വിഷൻ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കാൽപന്തുത്സവത്തിന്റെ ലഹരിയിലാണ് ഇന്ന് ലോകത്തുള്ള ജനങ്ങളിൽ 60% ജനങ്ങളെങ്കിലും എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ എത്രയോ വർദ്ധിത വീര്യത്തോടെ ഈ ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന യുവാക്കളും ജനസഞ്ചയവുമുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, കേരളത്തിൻ്റെതോ പ്രത്യേകിച്ചും ഒരു മലപ്പുറത്തിൻ്റെ പോലും വലുപ്പമില്ലാത്ത ഈ ലോകത്തെ തന്നെ ഇന്ന് ലോകകപ്പിൽ പങ്കെടുത്ത സകല രാഷ്ട്രങ്ങളെയും മറ്റുള്ള രാഷ്ട്രങ്ങളെയും ഞെട്ടിച്ചു കളഞ്ഞ കേപ്പ് വെർദെ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ചരിത്രം, അതിന്റെ ഫുട്ബോൾ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. 140 കോടി ജനങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരു 15 ആളുകളെ തെരഞ്ഞെടുത്ത് അരമണിക്കൂർ ഓടാൻ പറ്റുന്ന തരത്തിൽ പാകപ്പെടുത്താൻ പറ്റാത്ത ഒരു മഹാരാജ്യത്തെ ഹതഭാഗ്യരായി ജീവിക്കുന്ന നമ്മൾ ലോകത്ത് നടക്കുന്ന ഫുട്ബോളിനെ, അർജന്റീനയും ബ്രസീലും ഫ്രാൻസും ഒക്കെ കേരളത്തിൽ ഇന്ന് അതിൻ്റെ ദേശീയ പതാകകൾ കൊണ്ടും കളിയാരവം കൊണ്ടും അതിൻ്റെ ആരാധനകൾ കൊണ്ടുമോ അതിൻ്റെ ലഹരിയും കൊണ്ടൊക്കെ ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ ലോകത്തിന് ഏറ്റവും വലിയ ഒരു മെസ്സേജ്, ഒരു സന്ദേശം, പ്രത്യേകിച്ചും ഈ യുവാക്കൾക്കൊക്കെ ഇതിൽ നിന്നും ഒരു മഹത്തായ ആശയവും മെസ്സേജും നൽകിക്കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു കൊച്ചു രാഷ്ട്രത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ രാഷ്ട്രം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന, ലോകത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ വിജയിച്ചില്ലെങ്കിലും പരാജയപ്പെടാതിരുന്നാൽ മതി എന്നാണ്. ഇത് ഫുട്ബോളിൽ മാത്രമല്ല, സകലമാന ജീവിതത്തിന്റെ അനുഭവങ്ങളിലും മത്സരങ്ങളിലും മറ്റു മാർഗങ്ങളിലും മേഖലകളിലും ഒക്കെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളേണ്ട ഒരു മെസ്സേജാണ് ആ കേപ്പ് വെർദെ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രം കാൽപന്ത് കളിയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ വിജയിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ നിങ്ങൾ പരാജയപ്പെടാതിരുന്നാൽ മതി എന്നാണ് ആ മഹത്തായ മെസ്സേജ്. കേപ്പ് വെർദെ എന്ന് പറയുന്ന രാഷ്ട്രം ആദ്യ റൗണ്ടിൽ സ്പെയിൻ, ഉറുഗ്വ എന്ന് പറയുന്ന വമ്പന്മാരായ ലോക കിരീടം നേടിയ, ലോക കിരീടത്തിൽ മുത്തമിട്ട രാജ്യങ്ങളുമായാണ് ഏറ്റുമുട്ടിയത്. അവരെ 0-0 സമനിലയിൽ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് ലോകത്തിന് തന്നെ ഞങ്ങൾ കാൽപന്തുത്സവത്തിന്റെ പുതിയ രാജാക്കന്മാരാണ് എന്ന വരവറിയിക്കുകയാണ്. എന്നിട്ടോ സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെയും, എല്ലാ വിഭവങ്ങളുമുള്ള സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെയും 0-0 നിർത്തിക്കൊണ്ട് 3 രാഷ്ട്രങ്ങളോടും സമനിലയിൽ അവരെ കെട്ടി വരിഞ്ഞിട്ടിട്ട് 32 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന 2ാം ഘട്ടത്തിലേക്ക് കേപ്പ് വെർദെ എന്ന് പറയുന്ന രാഷ്ട്രം അതിന്റെ ഫുട്ബോളിന്റെ ഇതിഹാസം തീർത്തുകൊണ്ടിരിക്കുമ്പോൾ കേപ്പ് വെർദെയെ പറ്റിയുള്ള ചില ചരിത്രങ്ങൾ, കേപ്പ് വെർദെയെ പറ്റി നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഈ ഫുട്ബോളിനെ ഇത്രമാത്രം നെഞ്ചിലേറ്റുന്ന കേരളത്തിലെ ജനങ്ങൾ പോലും ഈ കേപ്പ് വെർദെ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കേട്ടിരിക്കാൻ തരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഫ്രിക്കൻ വൻകരയിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 10 ദ്വീപുകളുള്ള ഒരു കൊച്ചു ദ്വീപ് സമൂഹമാണ് കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം. പോർച്ചുഗീസ് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു കേപ്പ് വെർദെ. 1975 കേപ്പ് വെർദെ സ്വാതന്ത്ര്യം നേടിയത്. ആ 75 ശേഷമാണ് അവർ ഇത്രയും വലിയ ഒരു ഫുട്ബോൾ സംവിധാനത്തെ, ഒരു ടീമിനെ പടുത്തുയർത്തിക്കൊണ്ട് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട്, ലോക രാഷ്ട്രങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട്, ഫിഫയെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നിൽ ഒരു അത്ഭുതമായി, ഒരു അത്ഭുത നക്ഷത്രമായി നിലനിൽക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ സ്പെയിൻ, ഉറുഗ്വ, സൗദി അറേബ്യ തുടങ്ങിയ 3 രാഷ്ട്രങ്ങളെ സമനിലയിൽ പിടിച്ചു കെട്ടിക്കൊണ്ട് ഈ വരുന്ന ജൂലൈ 3-ാം തീയതി 2ാം ഘട്ടത്തിൽ 32 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുമ്പോൾ അവർ കൊമ്പ് കോർക്കുന്നത് ചില്ലറക്കാരോടല്ല. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ മുത്തമിട്ട സാക്ഷാൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസ താരത്തിന്റെ ടീമായ അർജന്റീന എന്ന് പറയുന്ന ടീമിനോടാണ് അവർ കൊമ്പ് കോർക്കുന്നത്. ലോകത്ത് ഈ 3-ാം തീയതിയിലുള്ള ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവരുടെയും കണ്ണുകൾ ഒരു പക്ഷേ കേപ്പ് വെർദെ എന്ന് പറയുന്ന ഈ കുട്ടിക്കളിക്കാർ, ലോകത്തെ ഞെട്ടിച്ച ഈ കൊച്ചു രാഷ്ട്രത്തിലെ കളിക്കാർക്ക് നേരെയായിരിക്കും. അവരുടെ കാൽപന്തുകളുടെ മിന്നൽ വേഗതയിലും ഇന്ദ്രജാലം തീർക്കുന്നതിലും അവർ വിസ്മയിപ്പിക്കുന്നതിലുമായിരിക്കും നമ്മുടെ ശ്രദ്ധ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെ ലോകത്ത് തന്നെ വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട്
ലോക ചരിത്രത്തിൽ നോട്ട് ഔട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന റെക്കോർഡോട് കൂടിയാണ്, ചരിത്ര മുഹൂർത്തത്തോടു കൂടിയാണ്, ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേപ്പ് വെർദെ 3-ാം തീയതി അർജന്റീനയുമായി ഏറ്റുമുട്ടുന്നത്. മെസ്സിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എങ്കിലും എൻ്റെ ചിന്തയും എൻ്റെ കണ്ണും കേപ്പ് വെർദെ എന്ന് പറയുന്ന ഈ കൊച്ചു രാഷ്ട്രത്തിലെ മിടുക്കന്മാരായ കളിക്കാർക്ക് നേരെയാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പോലും സംശയമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജ്. വിജയിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, എന്നാൽ പരാജയപ്പെടാതിരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്ന് കേപ്പ് വെർദെ നമുക്ക് മുമ്പിൽ തെളിയിക്കുമ്പോൾ നമ്മിടത്തിൽ ഉത്തേജനം നൽകുന്ന ഒരു വലിയ മെസ്സേജാണ് കേപ്പ് വെർദെ തന്നിരിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടാതിരുന്നാൽ മതി, നിങ്ങൾ വിജയിക്കണമെന്നില്ല എന്നുള്ള ഈ മഹത്തായ മെസ്സേജ്. അതുകൊണ്ട് ഈ മെസ്സേജിന്റെ ആയത്തിലേക്ക്, ഇതിന്റെ ചിന്തയിലേക്ക് നിങ്ങളേവരെയും, നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ തലച്ചോറിനെ, നിങ്ങളുടെ മനസ്സിനെ ക്ഷണിച്ചുകൊണ്ട് ഈ കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യത്തിലെ ടീമിനെ, ഫുട്ബോൾ ടീമിനെ നൽകിയിരിക്കുന്ന പേര് ബ്ലൂ ഷാർക്സ് എന്നാണ്. ബ്ലൂ ഷാർക്സ് എന്നറിയപ്പെടുന്ന കേപ്പ് വെർദെയിലെ ഈ 6 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള, അല്ലെങ്കിൽ 6 ലക്ഷത്തിന്റെ താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ ആഫ്രിക്കൻ വൻകരയിലെ, അതോടൊപ്പം തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ കൊച്ചു രാജ്യം നമുക്ക് മുമ്പിൽ വലിയ ഒരു മെസ്സേജ് തുറന്നിടുമ്പോ ഈ 140 കോടി ജനങ്ങളും, അതോടൊപ്പം തന്നെ കളിയെ പ്രേമിക്കുന്നവരും, കളിയെ സ്നേഹിക്കുന്നവരും, കാൽപന്ത് ഉത്സവത്തെ ആഘോഷമാക്കുന്നവരുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു വലിയ സന്ദേശമാണ് കേപ്പ് വെർദെ തന്നത് എന്നുകൂടി മനസ്സിലാക്കണമെന്ന്. നന്ദി, നമസ്കാരം.